എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 50 ശ്ലോകം 21, 22, 23, 24, 25 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ ആ പരിഹാസ വാക്കുകൾ അങ്ങോട്ട് കേട്ടപ്പോ ജരാസന്ധന് കൂടുതൽ കോപം വന്നു. സൈന്യങ്ങളെ അങ്ങോട്ട് വ്യൂഹമായിട്ട് നിർത്തണു. യുദ്ധം ചെയ്യാനായിട്ട് അങ്ങോട്ട് പുറപ്പെടുകയാണ്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗംഗണപതയേ നമഃ. സരസ്വത്യേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. ശ്രീശുക ഉവാച ജരാസുതസ്താവഭിസൃത്യ മാധവൗ മഹാബലൗഘേന ബലീയസാ വൃണോൽ സസൈന്യയാനധ്വജവാജിസാരഥി സൂര്യാനലൗ വായുരിവാഭ്രരേണുഭി. ബലീയസ അധികം ശക്തിയുള്ളതായ മഹാബലൗഘേന മഹാസൈന്യം കൊണ്ട് ജരാസുതൻ തൗ മാധവോ ആ മാധവന്മാരെ അഭിസരിച്ചിട്ട് സസൈന്യയാനധ്വജവാജി സാരഥി സൈന്യങ്ങളോടും യാനത്തോടും ധ്വജത്തോടും കുതിരയോടും തേരാളിയോടും കൂടിയവനായിട്ട് അഭ്രരേണുഭി മേഘങ്ങൾ കൊണ്ടും പൊടിക്കൈകൾ കൊണ്ടും സൂര്യാനലവും ഇവ സൂര്യനെയും തീയിനെയും എന്ന പോലെ ആവരണം ചെയ്തു. അങ്ങനെ ഭഗവാന്റെ വാക്ക് കേട്ട ജരാസന്ധൻ കൂട്ടന്നെ ആ സൈന്യങ്ങളെ വ്യൂഹമായിട്ട് അങ്ങോട്ട് നിർത്തി തേരില് കുതിരകളെയൊക്കെ യോജിപ്പിച്ച് കൊടിക്കൂറൊക്കെ ഇങ്ങനെ ഉയർത്തി വേഗം തേര് തെളിക്കുമെന്ന് സാരഥിയോട് ആജ്ഞാപിച്ചു. സൈന്യങ്ങൾ ഇങ്ങനെ 4 ഭാഗത്തും ബലരാമനും കൃഷ്ണനും നടുവിലും അങ്ങനെയാണ് വ്യൂഹം ചമച്ചത് ജരാസന്ധൻ. വായു മേഘങ്ങൾ കൊണ്ട് സൂര്യനെയും പൊടികൾ കൊണ്ട് തീയിനെയും മറയ്ക്കുന്നത് പോലെ ശ്രീകൃഷ്ണനെയും ബലരാമനെയും മറച്ചു നിർത്തി. സുപർണ താലധ്വജചിഹ്നിതൗ രഥൗ അലക്ഷ്യന്ത്യോ ഹരിരാമയോർമൃധേ സ്ത്രിയ പുരാട്ടാലകർമ്മ്യഗോപുരം സമാശ്രിത സമ്മുമുഹുശുചാർദിത. ായിട്ടുള്ള സ്ത്രീകള് ആ യുദ്ധവർത്തമാനം അറിഞ്ഞു. ജരാസന്ധന്റെ സൈന്യവും ഭഗവാന്റെ സൈന്യവും കൂടിയിട്ടുള്ള യുദ്ധം ആരംഭിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ജയം ആർക്കാണ്, ജയപരാജയങ്ങളൊക്കെ അറിയണ്ടേ. അപ്പൊ അവര് യുദ്ധം ആരംഭിച്ചപ്പോ തന്നെ നോക്കിയപ്പോ എന്താ, ഗരുഡധ്വജമായ ശ്രീകൃഷ്ണന്റെ രഥം കാണാനില്ല, താലധ്വജമായിട്ടുള്ള ബലരാമന്റെ രഥവും കാണുന്നേ ഇല്ല. അപ്പൊ സ്ത്രീകള് വേഗം ഓടി അവരുടെ ആ പുരങ്ങളുടെ മുൻഭാഗത്തിലുള്ള ഉയർത്തി കെട്ടിയിട്ടുണ്ട് ഗോപുരങ്ങൾ. ആ ഗോപുരങ്ങളുടെയും പിന്നെ ദുർഗങ്ങളുടെയൊക്കെ മുകളിൽ അങ്ങോട്ട് കയറി നിന്ന് നോക്കി. എന്താ ഇത്, ഭഗവാന്റെ രഥം ഇതൊന്നും കാണാനില്ലല്ലോ. ധ്വജം അടയാളം തന്നെ കാണാനില്ല. ധ്വജം ഭഗവാന്റെ രണ്ടുപേരുടെ ധ്വജങ്ങൾ കാണണ്ടേ, കാണുന്നില്ല. രാമകൃഷ്ണന്മാരെ തന്നെ കാണാനില്ല. നോക്കിയപ്പോഴും കാണുന്നില്ല. വേഗം അവർക്ക് വല്ലാത്ത സങ്കടമായി. രാമകൃഷ്ണന്മാർക്ക് തോൽവി പറ്റുമോ എന്നുള്ള ആ ദുഃഖം കൊണ്ട് അവരെല്ലാവരും മോഹാലസ്യപ്പെട്ടു വീണു എന്നാ പറയുന്നത്. എല്ലാവരും മോഹാലസ്യം പ്രാപിച്ചു. ഹരിപ്പരാനീകപയോമുജാമുഹു ശിലീമുഖ അത്യുൽബണവർഷപീഡിതം സ്വസൈന്യമാലോക്യ സുരാസുരാർച്ചിതം വിസ്ഫൂർജയൽ ശാർംഗശരാസനോത്തമം. മേഘങ്ങൾ ഇങ്ങനെ അതിഭയങ്കര മഴ വർഷിക്കണത് പോലെ ആ ശത്രു സൈന്യങ്ങള് പ്രയോഗിക്കണ ശരവർഷം കൊണ്ട് അവശമായി തന്റെ സൈന്യങ്ങളെല്ലാം കണ്ടു ഭഗവാൻ. അപ്പോ സകല ദുർജനങ്ങളെ നശിപ്പിക്കാൻ ശക്തനായിരിക്കുന്ന ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവന്മാരും അസുരന്മാരും ബഹുമാനിച്ചു പൂജിച്ചു വരുന്ന ആ ശാർംഗം എന്ന ധനുസ്, ഭഗവാന്റെ ധനുസിന്റെ പേര് ശാർംഗം. ആ ശാർംഗം എന്നുള്ള ധനുസ് അങ്ങോട്ട് എടുത്ത് വളച്ചു പിടിച്ചു പലവട്ടം ഠങ്കാരം ചെയ്തു. എന്നുവെച്ചാലോ അങ്ങോട്ട് പ്രയോഗിച്ചു. തുരുതുരാ ശരങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങി, മൂർച്ചയുള്ള ബാണങ്ങൾ. ഗൃഹൻ നിഷങ്കാദഥ സന്തതച്ഛരാൻ
വികൃഷ്യ മുഞ്ചൻ സ്ഥിതബാണപൂഗാൻ നിഘ്നൻ രഥാൻ കുഞ്ചരവാചിപത്തീൻ നിരന്തരം യദ്വത് അലാദചക്രം. ഭഗവാൻ അങ്ങോട്ട് ഏറ്റവും വേഗത്തിൽ പെട്ടെന്ന് തന്നെ തുണിരത്ത് നിന്ന് ഏറ്റവും മൂർച്ചയുള്ള ബാണങ്ങളാണ്ട് എടുത്തു, ഞാണു തൊടുത്തു, വലിച്ചങ്ങോട്ട് വിട്ടു. ആന, കുതിര, തേര്, കാലാൽപ്പടകള് അവരെയൊക്കെ വധിക്കുന്നവനായിട്ട് നശിപ്പിക്കുന്നവനായിട്ട് എല്ലാ സ്ഥലത്തും കൊണ്ട് കാണപ്പെട്ടു എന്നാ പറയുന്നത് ഭഗവാന്. എവിടെ നോക്കിയാലും ശ്രീകൃഷ്ണൻ. തീക്കൊള്ളി കയ്യിൽ പിടിച്ച് വട്ടത്തിൽ ചുറ്റിച്ചാൽ എങ്ങനെയാ ആ വൃത്താകാരമായിട്ട് കാണപ്പെടൂലോ, അതുപോലെ ഏതു ദിക്കിൽ നോക്കിയാലും ഭഗവാനെ കാണാറായി. വട്ടത്തിലിങ്ങനെ ചുറ്റിച്ച തീക്കൊള്ളി എങ്ങനെയാ അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോ എവിടെ നോക്കിയാലും ഭഗവാൻ ബാണങ്ങൾ എയ്തുകൊണ്ടേയിരിക്കണു. അങ്ങനെ അങ്ങോട്ട് കാണപ്പെട്ടു എന്നാണ് പറയണത്. പിന്നെ കുംഭാകരിണോ നിപേതു അനേകശോശ്വാ ശരവൃഗ്ണകന്ധരാ രഥാ ഹതാശ്വധ്വജസൂതനായകാ പദാതയച്ഛിന്നഭുജോരുകന്ധരാ. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാണങ്ങളാൽ നശിപ്പിക്കപ്പെട്ട ശത്രു സൈന്യത്തെ എങ്ങനെ ഇതാ വിവരിക്കണു. പിളർക്കപ്പെട്ട കുംഭസ്ഥലങ്ങളോടുകൂടിയ അനേകം ആനകളും കഴുത്തുകളറ്റ കുതിരകളും വീണു. തേരിൽ പൂട്ടിയിരിക്കുന്ന കുതിരകളും കുടിയടയാളങ്ങളും തേരാളികളും നായകന്മാരും ഒക്കെ നശിച്ചു. കാലാൽപ്പടകളിലെ ചിലരുടെ കൈകൾ മുറിഞ്ഞു, ചിലരുടെ തുടകൾ മുറിഞ്ഞു, ചിലരുടെ കഴുത്തുകളൊക്കെ മുറിഞ്ഞു. അങ്ങനെ അതാ സംഘമായിട്ട് അങ്ങോട്ട് വീണു. അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം തുടരുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.